ക്രിസ്തുമസ് ആഘോഷങ്ങളിലാണ് ജനം മുഴുവനും. അന്നും ഇങ്ങനെ തന്നെ ഉത്സവ പ്രതീതിയിലായിരുന്നു ബത്ലഹേം നഗരിയും. ആൾക്കൂട്ടത്തിൽ പെട്ടുപോയ വിശുദ്ധ യൗസേപ്പും കന്യകാമറിയവും മുട്ടാത്ത വാതിലുകളില്ല. തുറന്നവരൊക്കെയും അപരിചിതരാണെന്ന് കണ്ട് വാതിലടച്ചു കളഞ്ഞു. ബന്ധുക്കളോ സ്വന്തങ്ങളോ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കയറി പറ്റാമായിരുന്നു. അന്യനാട്ടിൽ അലഞ്ഞുതിരിഞ്ഞവർക്ക് ആരും അഭയം നൽകിയുമില്ല. മരണത്തോളം ഓർത്തുവെക്കാൻ നമ്മുടെ ഭാഷയിൽ വലിയ ആന്തരിക മുറിവ്. തിരസ്കരണത്തിന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ പോയതിന്റെയും ഒക്കെ വേദന. പക്ഷേ അവർക്കതിന് സമയമുണ്ടായിരുന്നില്ല. ഉണ്ണിയേശുവിന്റെ വരവിന് കിട്ടിയ ഇടം തൊഴുത്തായാലും അത് വൃത്തിയാക്കി ഒരുക്കിയിട്ട് പ്രാർത്ഥനാപൂർവം അവർ കാത്തിരുന്നു. ശിമയോൻ സൂചന നൽകിയ വാളുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജാഗ്രതയായിരുന്നു പിന്നെ. മംഗളവാർത്തയുമായി വന്നെത്തിയ ദൈവദൂതനെ പിന്നീട് കാണുന്നത് തിരുപ്പിറവിയിലാണ്. അതുവരേക്കുമുള്ള നാളുകൾ അനിശ്ചിതത്വത്തിന്റെ സഹന നാളുകളായിരുന്നു. പലപ്പോഴും അവർ നടന്നത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ തന്നെയായിരുന്നു. എങ്കിലും ഇത് ദൈവം അറിഞ്ഞാണ് തന്നത് എന്ന ഉറച്ച വിശ്വാസം അവരുടെ സഹനങ്ങളെ സ്നേഹം കൊണ്ട് നിറച്ചു. നമ്മുടെ ഇഷ്ടങ്ങൾക്കും പ്രതീക്ഷകൾക്കും എതിരായി സംഭവിക്കുന്നവയെ ദൈവഹിതമെന്നും അത്തരം അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് സമ്മാനിക്കുന്നവരെ ദൈവദൂതന്മാരെന്നും കാണാനായാൽ മംഗളവാർത്തയായി. പങ്കുവെക്കലിന്റെ ഇരട്ടി മധുരത്തെക്കുറിച്ച് പറയുന്ന സന്ദർശനങ്ങളാണിനി. ദൈവം നൽകിയ കൃപകളെ പങ്കുവെക്കുന്ന ക്രിസ്മസ് ദിനങ്ങളാണിത്. ഏലീശോമയും പരിശുദ്ധ കന്യകാമറിയവും പങ്കുവെച്ചത് തങ്ങളുടെ ആശങ്കകളും ഭയങ്ങളുമല്ല. അവർ ദൈവത്തെ സ്തുതിക്കുകയും ദൈവാനുഭവം പങ്കുവെക്കുകയുമായിരുന്നു. ഓരോ ചുവടിലും പരിപാലിക്കുന്ന ദൈവകരത്തെ അവർക്ക് ദർശിക്കാനായി. അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും സുബോധത്തോടും സ്നേഹത്തോടും കൂടെ സ്വീകരിക്കുക, നന്ദി പറയുക. അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതികളും സ്വീകരിച്ച നന്മകളെക്കുറിച്ചുള്ള നന്ദിയും പുറപ്പെടണം. അവരുടെ സംസാര വിഷയം വിശ്വാസം തന്നെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് ഈ വിശ്വാസത്തെക്കുറിച്ചാകണം. എന്റെ ഇല്ലായ്മകളും കുറവുകളുമാകരുത്. രക്ഷകന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു അവർ. എന്നിട്ടോ കാത്തിരുന്നവരെ കാണാനില്ല, ഉള്ളവരോ തിരിച്ചറിഞ്ഞുമില്ല. ആകാശത്തു നിന്ന് മന്ന വർഷിച്ച ജനത്തിന്റെ വിശപ്പകറ്റിയ അതേ ദൈവം ഭൂമിയിൽ മന്നയായി വന്നിറങ്ങി. അപ്പത്തിന്റെ ഭവനമായ ബത്ലഹേമിൽ മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള വിശപ്പകറ്റാൻ. പണത്തിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി പരക്കം പായുന്ന ജനത്തിന്റെ പശിയടക്കാൻ. ഇല്ലായ്മകളുടെ നടുവിൽ ആൾബലമോ സൗകര്യങ്ങളോ സമ്പത്തോ സുരക്ഷിതത്വമോ ഇല്ലാത്ത ഒരിടത്ത് ദൈവം വന്നു പിറന്നു. ഉണ്ണിയെ കാണാനെത്തിയവർ ഏതു തരക്കാരെന്ന് നോക്കാതെ സ്നേഹപൂർവം സ്വീകരിച്ച ആ മാതാപിതാക്കൾക്ക് പരാതികളില്ലായിരുന്നു. നല്ല വാക്കുകളും പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും കൊണ്ട് ആ മാതാപിതാക്കൾക്ക് കരുത്തു പകർന്ന് വന്നവരൊക്കെയും തിരിച്ചുപോയി. പലായനത്തിന്റെയും ഭീതിയുടെയും ദിനങ്ങളെ നേരിടാൻ അവർക്ക് ശക്തി പകർന്നത് ഈ സന്ദർശനങ്ങൾ തന്നെയായിരുന്നു. ബന്ധങ്ങളും സൗഹൃദങ്ങളും നിധി പോലെ സൂക്ഷിക്കാൻ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർഷവും മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങളും സമ്മാനപ്പൊതികളുള്ള സാന്താക്ലോസും വരവായി. ലെറ്റ്സ് സിംഗ് ടുഗദർ. ലെറ്റ്സ് വിഷ് ഈച്ച് അതർ മെറി ക്രിസ്മസ്. താങ്ക് യു.